ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, ഫോട്ടോ എടുത്തു പിടിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ, അടുപ്പം വേണ്ട അവന്മാരായിട്ട് അധികം മുട്ടാൻ നിൽക്കണ്ട പാർട്ടിക്കാരാ. പിന്നെ നമ്മുടെ മാതിരി ഒന്ന് രണ്ടാൾക്കാരെ തല്ലി. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഇലക്ഷൻ കോമഡിക്ക് ഒരു വിരാമമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി കാണാൻ പറ്റത്തില്ലല്ലോ, കലാശക്കൊട്ടോട് തീർന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഈ 2026 എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇലക്ഷൻ കോമഡികളായിരുന്നു. അതും പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള കുറെ എണ്ണം ഇലക്ഷനിൽ പോയി അങ്ങോട്ട് നിന്നും എടുത്ത് അത് നിന്നതിന് ശേഷം പിന്നെ ഇവിടെ മൊട്ട കോമഡികളാണ്. അതില് സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് അഖിൽമാര, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അഞ്ജലി എന്നീ പറയുന്നവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അതായത് ഇലക്ഷൻ കോമഡിക്ക് മുഖ്യ പങ്ക് വഹിക്കുന്ന 3 പേരാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് വേറെ കുറെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിക്കുന്ന ടീംസുകളും ഉണ്ട്. എന്തായാലും മൊത്തം കോമഡികളാണ് ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് നടക്കുന്നത്. ഇതിൽ വലിയ വലിയ വായ്ത്താളങ്ങളുണ്ട് അടിച്ചുകൊണ്ട് നടന്നവന്മാരടക്കം ഇപ്പൊ കോമഡി പീസുകളായി മാറിയതിന്റെ ഒരു സന്തോഷ വാർത്തയും കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കലാശക്കൊട്ടോടനുബന്ധിച്ചിട്ട് കോമഡി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതോടെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കോമഡി ആയിരിക്കും സുഹൃത്തുക്കളെ ഇതൊക്കെ. എന്തായാലും നമുക്ക് ഒരരുവേന്ന് കണ്ട് തുടങ്ങാം. ബാ, ആരംഭിച്ചാട്ടെ. ആദ്യം ആരെ വേണം? നിങ്ങൾ ഇപ്പൊ മനസ്സിൽ കണ്ട ആള് തന്നെ ആയിരിക്കും ആദ്യം വരുന്നത്. നോക്കാം. വേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹര വെള്ളായുധ ഹരോ ഹര ഹോ ഹരോ ഹര. നമ്മുടെ മാരാർജി തന്നെയാണ്. മാരാർജി വായ്ത്താളം മാത്രമല്ല, ഡാൻസിലും സകല. ഓ മൈ ഗോഡ്, ഇതെന്താ വിരൽ പിടിച്ചവന്? സകല കലാ വല്ലഭനാണ്. അണ്ണന്റെ കോമഡികൾ വീണ്ടും തുടരുകയാണ്. ഡാൻസിൽ അണ്ണൻ കുറച്ച് വിരലി പിടിച്ചോലൊക്കെ കളിക്കും, നമ്മൾ കാര്യമാക്കണ്ട. അപ്പൊ തുടങ്ങാം. കലാശക്കൊട്ടൊക്കെ കൊണ്ടുപോയ ടീംസ് തന്നെ. മാരാറൊക്കെ തൂക്കി കലാശക്കൊട്ട്, ഒരു രക്ഷയില്ല. ഇതിൽ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ബലൂണൊക്കെ എടുത്ത് വെച്ച് തിരികെ പിടിക്കുന്നതൊക്കെ. പിന്നെ ചിഹ്നം, പറ്റിയ ചിഹ്നം തന്നെയാണ് ചക്കയ്ക്കൊരു കുഴപ്പമില്ല. പക്ഷെ നിന്റെ അടുത്തൊക്കെ ചക്ക ചിഹ്നം എത്തിയപ്പോൾ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. പോട്ടെ. എന്തായാലും അണ്ണൻ നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ അല്ല, ഈ പ്രാവശ്യം കളിയാക്കിയൊന്നുമില്ല. അണ്ണൻ കട്ടാക്കി. അണ്ണൻ ബാ. ഇതാരാ? ഇതെന്താ സംഭവം? നോക്കട്ടെ. ഇതിന് നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, ഫോട്ടോ എടുത്തു പിടിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഇത് കഴുത്തിലോട്ട് കഴുത്ത് ഒടിഞ്ഞു പോകട്ടോ. അതൊന്നും ഞാനാണ്, എനിക്കിതുവരെ ഇങ്ങനത്തെ കിട്ടിയിട്ടില്ല. ആരും ഡബ് ചെയ്ത് തന്നെ കേട്ടോ. എന്തായാലും കൊള്ളാം. അണ്ണൻ ഈ ഗതികേടൊക്കെ വന്നല്ലോ, ആരോ പിടിച്ചോണ്ടിരിക്കട്ടെ. ചേച്ചിയുടെ കഴുത്തിൽ കൂടി ആരോ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഓടിഞ്ഞു വീഴുന്ന 4-3-7 മുറിയായിട്ട് കിടക്കുക. അതുകൊണ്ട് അണ്ണൻ ഏറി പിടിച്ചു നിന്ന്. കൊള്ളാം. അണ്ണൻ സകല കല്ലഫൻ തന്നെ. ഇനി അടുത്ത് ഇതെന്തുവാ സംഭവം? മാരാർജി ആണല്ലോ. ജയിക്കണം അഖിൽമാരാ, വിജയിക്കണം നമ്മുടെ ചിഹ്നം ചക്ക. സൂപ്പർ, നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടാണ് കലക്കണത്. ഓ എന്തോ പ്രകടനം റോട്ടില്. നടക്കട്ടെ. പിന്നെ പോരാടും നല്ലോണം പോരാടും. ഇതൊക്കെ കണ്ടാ മതി. എനിക്ക് അതെല്ലാം ആലോചിച്ചിട്ട് സങ്കടം വരുന്നത്. ഇനി എങ്ങാണ്ട് തോറ്റാലുള്ള മാരാണ്ട അവസ്ഥയാണ്. വീട്ടിന്റെ വെളി ഇറങ്ങാൻ പറ്റൂല, നാട്ടിന്റെ വെളി ഇറങ്ങാൻ പറ്റൂല. നിങ്ങൾ മറ്റേ ദുബായിൽ പോകുന്നതായിരിക്കും നല്ലത് തോറ്റു കഴിഞ്ഞാൽ. പിന്നെ കുറെ ഒരു വർഷത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കണം. തോക്കരുതേട്ടാ. പൈസ കൊടുത്തിട്ടാലും വോട്ട് പിടിച്ച് മാരാറ് ജയിക്കണം. ഉള്ള കാര്യമാണ് പറയുന്നത്. മാരാറ്, റോബിൻ, അഞ്ജലി, ഇത് 3 പൈസ കൊടുത്തിട്ടാലും വോട്ട് പിടിച്ച് ജയിക്കണം. എങ്ങനെയെങ്കിലും ജയിച്ചാൽ പറ്റൂ. അല്ലെങ്കിൽ നാറി നത്തം കൊട്ടി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. വാ അപ്പൂപ്പന്മാരൊക്കെ ഓണാണ് കേട്ടാ. LDF അപ്പൂപ്പന്മാരെ തല തീയായിട്ടാണ്. അപ്പൂപ്പനൊക്കെ തീയായിട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടാ. കത്തി ജ്വലിച്ചിരിക്കുകയാണ്. ജവാനായിരിക്കും അകത്ത് കിടക്കുന്നത്. അത് തന്നെയാണ് ഇത്രയും തിളപ്പ്. എന്തായാലും അപ്പൂപ്പന്മാരൊക്കെ സീൻ വേറെ കോൺട്രാ. നമുക്ക് പോവാം. മാരാറിന്റെ പട്ടി ഷോ ആരംഭിച്ചാട്ടെ. പാട്ട് കാപ്പി റൈറ്റ് അടിച്ച് തരും. അണ്ണൻ തീ തന്നെ. അണ്ണൻ ഡാൻസ് കളിച്ചിങ്ങനെ അങ്ങോട്ട് പിടിക്കുക. അണ്ണൻ ഡാൻസർ തന്നെ കലക്കാൻ. ചേച്ചിമാരും ഡാൻസ്. പൊളിക്ക തന്നെ. ഇത്രയും ബൂസ്റ്റപ്പും ബിൽഡപ്പും ഒക്കെ കൊടുത്ത് നിൽക്കണം. ദൈവമേ, തോറ്റാളുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. അണ്ണൻ ഒരു കലാകാരൻ തന്നെ. അയ്യോ, ഡാൻസ് ചെയ്യാൻ മോനെത്തി. അണ്ണൻ
അണ്ണൻ കലക്കി, അണ്ണൻ കൊണ്ടുപോവും. അണ്ണാ തോക്കരുത് അണ്ണ, ഞാൻ തന്നെ പിടിച്ചു പോക്കും, തോക്കരുത് പ്ലീസ്, എന്റെ ഒരു അപേക്ഷയാണ്, തോക്കരുത്. ആര് തോറ്റാലും അണ്ണൻ തോക്കരുത്, സത്യം. ഇനി കമ്മ്യൂണിസ്റ്റുകാരന്മാരെ മെക്കെട്ട് ഇടിച്ചു കയറാനായിട്ട് അണ്ണൻ കയറി പോകും. അതാ കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞില്ല ഇവന്മാര്, പിന്നെ എന്താ എവിടെ പാട്ടിട്ട് പോകണം? ഇതിവിടെ എന്റെ വീടിന്റെ അടുത്ത് വന്നേട്ടാ പാൽക്കാരനൊക്കെ ഇട്ട് പോണ്. ദൈവത്തിന് അറിയാം ഇനി വല്ല ടൂറിസ്റ്റ് ബസ്സും പോയതാണോ എന്തോ. എന്തായാലും കൊള്ളാം. അണ്ണാ ബാ. അണ്ണൻ നൈസായിട്ട് LDFന്റെ അടുത്ത് ചൊറിയാൻ പോയട്ടാ. അതിലൊരു ചോറുന്ന ചാട്ട് അങ്ങനെയൊക്കെ തീ ആളുകളെ ചുമ്മാ അമ്മാരത്ത് ചൊറിഞ്ഞ അമ്മാരെ ഇടി മഞ്ച് ഇപ്പൊ തന്നെ റോട്ടി കിടന്ന് ഉരുണ്ട് മെഴുകി തൂറി കഴിഞ്ഞ് പോകണ്ടാണ്. ചുമ്മാ ചൊറിയാൻ നിൽക്കില്ല കേട്ടാ, സത്യമുള്ള കാര്യം പറയാം. അമ്മാര് പിടിച്ച് ഇടിച്ച് നൂത്തി ഇപ്പൊ തന്നെ തൂറി മെഴുകിപ്പിച്ച് വിടും. എന്തിനു വെറുതെ നമുക്ക് ചീത്തപ്പേര്, നാണക്കേട്, ചീത്തപ്പേര് പോട്ടെ, നാണക്കേട്. പിന്നെ ഇപ്പൊ തന്നെ ഇലക്ഷൻ തോക്കുന്നതിന് മുന്നേ തന്നെ ഇടികൊണ്ട് തൂറി മെഴുകി എന്നുള്ള ചീത്തപ്പേര് കിട്ടും. അതൊന്നും ആവശ്യമില്ല. എന്നിട്ട് ചുമ്മാ പട്ടി ഷോ ബിഗ് ബോസിൽ കാണിച്ചതുപോലെ അവിടെ പോയി കാണിക്കില്ലെന്ന. ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല നിങ്ങൾ മറ്റേ ബിഗ് ബോസ് മിന്നൻ താരമാണെന്നൊന്നും. അവരെ പിടിച്ച് ഇടിച്ച് ചേർത്തങ്ങ് വിടും. മനസ്സിലായ? അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടല്ലോ, കണ്ടില്ലേ? ഒന്നിട്ട് കാണിച്ചു തരാം, നോക്ക്. കണ്ടേ ബാക്കിലിരിക്കുന്ന ചേട്ടന്മാരൊക്കെ കണ്ടാ? ബിഗ് ബോസ് ആണ്, അയ്യോ ബിഗ് ബോസ് ട്രോഫിയാണെ കപ്പാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് വിടത്തില്ലേ? പിടിച്ചിടിച്ച് നോക്ക്. കണ്ട നിൽക്കുന്നുണ്ട് LDF ചോരക്കളാക്കിയിട്ട് വിടും. അതുള്ള കാര്യമാ. കണ്ടാ ചേട്ടനൊക്കെ ഇപ്പോഴും തീയ. 2 ജവാനുള്ളിൽ പോയി കഴിഞ്ഞാൽ കാട്ടു തീയായിരിക്കും. സിജു അല്ല, കാട്ടു തീയായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്ന മാരാർജിക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇടി കൊണ്ട് തൂറി മെഴുക. ഉള്ള കാര്യം പറയാല്ല. അടുത്തത് ഹെലികോപ്റ്റർ. ഇതൊരു കോമഡി പീസ് എന്നടെ. ഇതൊക്കെ റോബിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. റോബിൻ ഇപ്പോഴാണ് ഒരു ഊർജ്ജമൊക്കെ വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ റോബിന്റെ ഒരു ഊർജ്ജവും ഇല്ല. ആരത്തിപ്പൊടിയൊക്കെ കെട്ടിയതിനു ശേഷം ഒരു ഊർജ്ജമില്ല, ഒരു അനക്കമില്ല. പിന്നെ ഒരു ഡമ്മി പോലെയായിരുന്നു നമ്മുടെ റോബിൻ ചേട്ടായി. ഇപ്പോഴാണ് ഒരു ഊർജ്ജം വന്നത്. പഴയ ഒരു അലറലും പഴയ ഒരു വിരളിയില്ലേ, അതിപ്പോഴാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് സെറ്റാണ് നമ്മുടെ റോബിൻ ബ്രോ. യു ആർ വെരി 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 ഹാൻസം. യു ആർ ഓൺ ബാക്ക് ട്രാക്ക്. വേറെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. റോബിനാണ് നമ്മുടെ മിന്നൻ താരം. റോബിനെ തോറ്റുള്ള അവസ്ഥയാണ്. ഞാൻ ആലോചിക്കുന്ന ബിഗ് ബോസിലൊക്കെ എന്ത് സപ്പോർട്ടായിരുന്നു. ഇനി എങ്ങാണ്ട് തോക്കുവോ? തോറ്റു കഴിഞ്ഞുള്ള അവസ്ഥ. അത് മാരാറായാലും റോബിനായാലും അഞ്ജലി ആയാലും 3ന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ പറക്കാം, ഹെലികോപ്റ്ററിൽ കയറി പോവാ. ഈ നിന്ന് കറക്കുന്ന പോലെ കറക്കി നിൽക്കാനൊന്നും പറ്റൂല. പിന്നെ എയറിലായിരിക്കും അങ്ങ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മൾ വോട്ട് പിടിക്കണം, ജയിക്കണം. റോബിൻ ബ്രോ ജയിച്ചില്ലെങ്കിൽ പിന്നെ അവതാളത്തിലാണ്. നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ചിട്ട് പോലും എനിക്ക് എത്തും പിടി കിട്ടുന്നില്ല. എവിടെ പോയി ഇടിച്ചിരിക്കുമെന്ന് മൂഞ്ചി തിരിഞ്ഞ് കമ്പി തിരിയാവും. കൊടിയും പറത്തി നിൽക്കുകയാണ്. ഇവിടെ എന്ത് തേങ്ങയെന്ന് പറഞ്ഞല്ലോ അറിഞ്ഞുകൂടാ. എവിടെയൊക്കെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ പൊളിറ്റീഷ്യൻ അല്ല, ഞാൻ മറ്റേ ബാർബറാണ്, പ്ലംബറാണ്, മെക്കാനിക്കാണെന്നൊക്കെ പറഞ്ഞു. ഇവരൊക്കെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട്. ദൈവത്തിനറിയാം എവിടെ പോയി ഇടിച്ചിരിക്കുമെന്തോ. അങ്ങനെ ഒരുത്തെ വെള്ളയും ഇട്ട് ഇറങ്ങിയിരിക്കണം. പോട്ട്. അടുത്തവൻ ചക്കയും കൊണ്ട് വന്നിരിക്കണം. ബാ. രാജാവ് അണ്ണൻ ചക്കയൊക്കെ പിടിച്ചിരിക്കണം. ഇതാര്? നമ്മുടെ ഉഷുവാ ബാക്കിലിരിക്കണ. നീ കുശുവായി പോയല്ലോടാ, ഒരു അറിവില്ലാതെ ഇപ്പൊ വന്നിരിക്കണെങ്കിൽ ചിരിച്ചോണ്ടിരിക്കുകയാണ്. സനയുടെ അടുത്തുനിന്ന് 2 ഗണ്ണ് മഞ്ചുണ്ട്. നമ്മുടെ മാരാർജിക്ക് ബ്ലാക്ക് കാച്ചായിട്ട് നിൽക്കാനായിട്ട് 2 ഗണ്ണൊക്കെ മഞ്ചുണ്ട്. നീ ഇങ്ങനെ നിൽക്കാതെ ഉഷു നീ ഇങ്ങനെ നിൽക്കരുത്. ഉറപ്പായിട്ടും സനയെ വിളിച്ചിട്ട് 2 ബുള്ളറ്റ് നെഞ്ചിലിരുന്ന റിട്ടേൺ സത്തുന്ന ചേട്ടാ രാജുട്ടാ അന്തമാതിരിയൊക്കെ വിളിച്ചോണ്ട് നിർത്ത്, നിക്കട്ടെന്നേ. അവൻ നമ്മുടെ ഉഷു ഉണ്ടെങ്കിൽ പിന്നെ ആര് വേണോ ഇനി മാരാറിന്? തോക്കുമ്പോ ഇതെല്ലാം കണ്ടാ മതി. തോക്കല്ല ഉഷുടെ പൈസ കൊടുത്താൽ ഓട്ടോ ഇടിച്ചു കൊടുക്കണം അണ്ണന്. മാരാറിന് വേണ്ടിയിട്ട് ഏത് രാത്രിയും ഏത് പകലും കട്ടയ്ക്ക് നിൽക്കാൻ ഉഷു. ഒന്നും പറയാനില്ല. എല്ലാം കണ്ടറിയാം, കേട്ടറിയാം. ഒരു ദിവസം പോലും ഇല്ല ഇനി. പോട്ട്. അണ്ണാ അടുത്തെന്താണ് അണ്ണന്റെ പട്ടിഷോ? നോക്കട്ടെ. ഇത് നമ്മൾ നേരത്തെ കണ്ടതാ. കമ്മ്യൂണിസ്റ്റുകാരന്മാരടുത്ത് ചൊറിയാൻ പോയത്. അമ്മാരെ പിടിച്ച് ജവരി ചേർത്ത് വിടുമായിരുന്നു. ജസ്റ്റ് മിസ്സിലെ രക്ഷപ്പെട്ടത്. എന്ന് ചിരിച്ച് ചാറ്റയൊക്കെ കൊടുത്ത് വിടുന്നു. അണ്ണാ ഓക്കെ അണ്ണ. അമ്മാരെന്താടാ എടാ പോടാ ഈ സെറ്റപ്പില്. പോട്ട് വിട്. ഇവ ഹെലികോപ്റ്റർ ദൂരെ പോയില്ലേ? ഇവ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതാര്? തോക്ക് മുമ്പേ തന്നെ ഏറി കയറിയാ? അതെന്താണ് അങ്ങനെ? തോക്ക് മുമ്പ് ഏറി കയറി. ചേച്ചി ഒന്ന് താഴെ ഇറങ്ങി. ഈ ക്രെയിൻ വെച്ച് കയറ്റിയല്ലേ ഈ പൈസ. ഈ ക്രെയിൻ വെച്ച് പൂവൊക്കെ വരി എറിയുന്നുണ്ട്. പുഷ്പാർച്ചനയായിരിക്കും. ഈ ക്രെയിൻ വെച്ച് കയറ്റിയ പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തു വിടായിരുന്നു. എന്തിനാണ് തോക്കുന്നതിന് മുന്നേ തന്നെ ഏറിപ്പോയത്? നമുക്ക് താഴെ ഇറങ്ങാം. തോറ്റേന് ശേഷം പോവാ ഏറി കയറി. ഇപ്പോഴേ ഏറിപ്പോവല്ലേ? സത്യമുള്ള കാര്യം പറഞ്ഞതാ.
ചേച്ചിയൊക്കെ പൂവാരി എറിയുന്നു, വിചാരിക്കുന്നത് സ്വന്തമായിട്ട് മറ്റേ പണ്ട് രാജാവിന്റെ റാണി ഇരുന്ന് പൂവാരി എറിഞ്ഞ പോലെയാണ് വിചാരം. പോട്ട് എന്തായാലും ചേച്ചിയുടെയൊക്കെ ഓരോ വെവിളിത്തനങ്ങൾ. അടുത്താണ് നമ്മുടെ മിന്നും താരെത്തിയിരിക്കുന്നത് അഞ്ജലി ചേച്ചി. ഇങ്ങനെ ഒരു കോമഡി പീസ് ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെ വിചാരിച്ചതേ ഇല്ല. ഇത്രയും വലിയ കോമഡി പീസായിരുന്നു നിങ്ങൾ. നാളെ ഇലക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ എന്ത് പ്രാർത്ഥിക്കാം, നല്ല രീതിയിലൊന്ന് പറയുമ്പോൾ കുളിച്ചൊരുങ്ങി വരണമല്ലേ. ഓക്കെ, എന്നാലും പ്രാർത്ഥിക്കാം. ചേച്ചി കപ്പ് കൊണ്ടോട്ടെ, സോറി ട്രോഫി റിസൾട്ട് വരുമ്പോൾ നേതാവട്ടെ. ഓക്കെ, ആശംസിച്ചിരിക്കുന്നു, പ്രാർത്ഥിച്ചു. സന്തോഷമായില്ലേ? ഇതൊക്കെ തോറ്റാലുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. തോക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രകസനങ്ങളും പ്രകടനങ്ങളും ഇങ്ങനെയും പാവം. ഇവരുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോഴേ സത്യം പറഞ്ഞ സങ്കടമുണ്ട്. ഇനി തോറ്റു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങാൻ പറ്റൂലേ. അയ്യോ, അതാലോചിക്കുമ്പോഴാണ് പരിതാപകരം. എങ്ങനെയും ജയിക്കണം. നിങ്ങൾ 3 പേര്, മെയിൻ നിങ്ങൾ 3 പേരാണ്. നിങ്ങൾ 3 പേര് എങ്ങനെയും ജയിച്ചേ പറ്റത്തുള്ളൂ. എന്ത് വില കൊടുത്തും നമുക്ക് ജയിക്കണം. നമ്മുടെ പേര് മറന്നുമില്ല, ചേച്ചി നായര ചേച്ചി അല്ലേ. ചേച്ചി നായരെന്ന് വിളിച്ചാലേ ചേച്ചിക്ക് പറ്റത്തുള്ളൂ. ചേച്ചി കണ്ട, സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചി മുള്ളിന്റെയും കല്ലിന്റെയും മരത്തിന്റെ ഇടയിൽ കൂടി നടന്നു പോയാണ്. അതാണ് ഒരു നേതാവിന് വേണ്ട ഏറ്റവും വലിയൊരു പോരാളി. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, നോക്കണ്ടേ അമ്പാനെ. ഇത് എന്തുവാ സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ. ഇനി എത്ര തെന്നി വീഴാൻ കിടക്കുന്നു. ജയിച്ചു കഴിഞ്ഞാ പിന്നെ ആരാ നോക്കണ്ടേ അമ്പാനെ, നോക്കി നടക്കണ്ടേ. അയ്യോ, ഒന്നും പറയാനില്ല. അങ്ങനെ ഓരോന്ന് കോമഡികൾ തന്നെ. അടുത്ത് മാരാർജി വീണ്ടും ചക്കയാ. ചക്ക വെച്ച് എന്താ അഭ്യാസം കാണിക്കാൻ പോകുന്നേ? ചക്കയുടെ കറ തുടച്ചെടുക്കുന്നത് എന്തിനോ എന്താ. എന്നാ പോട്ടെണ്ണ, ജയിച്ചില്ലെങ്കിൽ മൂഞ്ച്. നമുക്ക് കപ്പ് മുഖ്യം. കപ്പല്ല ഇലക്ഷൻ നിന്നിട്ട് അണ്ണൻ മന്ത്രിയായി, പിന്നെ MLA ആയി, പിന്നെ മന്ത്രിയായി, പിന്നെ പ്രസിഡന്റായി, പിന്നെ അങ്ങനെ വലിയ ഉയർച്ചയിലെത്തണം. അണ്ണനാവണം ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ. ആ സെറ്റപ്പിലോട്ട് അണ്ണൻ വളരണം. എന്തായാലും ഇതൊക്കെയാണ് ഇലക്ഷൻ കോമഡികൾ. ഇനി ഉള്ള ദിവസങ്ങളിൽ കാണാൻ പറ്റത്തില്ല, തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കെന്നല്ല, നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, പറ്റുവാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്ക്. ഇതെല്ലാം കൊള്ളാം. നാളെ ഇലക്ഷന് പാക്കല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആര് ജയിക്കും റിസൾട്ടിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഉറക്കം വരണ്ടേ. അപ്പൊ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഒരുപാട് ഇലക്ഷൻ കോമഡികളുണ്ട് കേട്ടോ. വീഡിയോകൾ കണ്ട് ചിരിച്ചിരിച്ചാവാം. പക്ഷെ ഇനി ഇല്ലല്ലോ, തീർന്നല്ലോ. ആ ഒരു വിഷമമുണ്ട് ഉള്ളിൽ, തീരാത്തൊരു സങ്കടം. ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ടാണ്.